പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇൻസിനേറ്റർ റൂമിന് സമീപം സ്ഥാപിച്ച ഓക്സിജൻ ഗ്യാസ് പ്ലാന്റിൽ നിന്നും ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, സർജിക്കൽ ICU, മറ്റുള്ള വാർഡുകൾ എന്നിവിടങ്ങളിലേക്ക് ഓക്സിജനും നൈട്രോസ് ഓക്സൈഡും എത്തിക്കുന്ന സംവിധാനത്തിനാണ് തുടക്കമായിരിക്കുന്നത്. താലൂക്ക് ആശുപത്രിയിൽ രാവിലെ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ വിമല ഗുരുദാസിന്റെ അധ്യക്ഷതയിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. കാലപ്പഴക്കമുള്ള ഒരു സിസ്റ്റം അത് മാറ്റിക്കൊണ്ട് നമ്മുടെ താലൂക്ക് ആശുപത്രിയിലും എല്ലാ വാർഡുകളിലും ഓക്സിജൻ കോപ്പർ വയർ വഴി എത്തിക്കുന്ന ഒരു സംവിധാനം, അത് സാധാരണഗതിയിൽ കേരളത്തിലേക്ക് തന്നെ ഏറ്റവും വലിയ സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് സാധാരണഗതിയിലുള്ളത്. നമ്മുടെ ഈ താലൂക്ക് ആശുപത്രിയിൽ ഇത്തരം ഒരു സിസ്റ്റം ഉണ്ടാകുന്നത് തികച്ചും അഭിമാനാർഹമായ സംഗതിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത സമയത്ത് ഉണ്ടായിട്ടുള്ള പല ഡെവലപ്മെൻറ്റുകളെക്കാൾ ധാരാളം ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതിനേക്കാളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതും ആതുര ശുശ്രൂഷ കേന്ദ്രത്തിൽ, ഇതുപോലെയുള്ളൊരു കേന്ദ്രത്തിൽ ഏറ്റവും അത്യാവശ്യം, അതായത് ഓക്സിജൻ ഗ്യാസ് പ്ലാന്റിൽ നിന്നും കോപ്പർ പൈപ്പ് ലൈൻ വഴിയാണ് വാതകങ്ങൾ വിവിധ വാർഡുകളിലേക്കും മറ്റുള്ള റൂമുകളിലേക്കും എത്തുന്നത്. സെൻട്രലൈസ്ഡ് ഓക്സിജൻ വിതരണമുള്ള പൊതുമേഖലയിലെ ചുരുക്കം സ്ഥാപനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇതോടെ പുനലൂർ താലൂക്ക് ആശുപത്രി. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന പദ്ധതി പ്രകാരമുള്ള തുക ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മെട്രോ മെഡി സിസ്റ്റമാണ് പദ്ധതി നടപ്പിലാക്കിയത്. നഗരസഭാ വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ, ജോബോയ് പെരേര, ഷാജി ജാജി, ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, റോസ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.